ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം രാവിലെ 5:30 മണിയായി. ഇത് നോർത്ത് പറവൂർ KSRTC സ്റ്റാൻഡാണ്. ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ KSRTC കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് യാത്രകളുണ്ട്. അപ്പോൾ അതിലൊരു യാത്രയാണിത്. ഇത് മാട്ടുപ്പെട്ടി എക്കോ പോയിൻറ്റ്, മൂന്നാർ, ടോപ്പ് സ്റ്റേഷൻ, വട്ടവട. ഞങ്ങൾ യാത്ര തുടങ്ങി. 50 സീറ്റും ഫുള്ളായിരുന്നു. ഈ വരയൻ ഷർട്ടിട്ട, ബ്ലാക്ക് ഷർട്ടിട്ട ഷെഫീക്ക് ഞങ്ങളുടെ കോർഡിനേറ്ററും KSRTC കണ്ടക്ടറാണ്. അപ്പം അത്ര ഉഷാറുള്ളൊരു യാത്രയാണിത്. ഇപ്പോൾ KSRTC യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് വളരെ ചെറിയ ബഡ്ജറ്റിൽ, ഇപ്പോൾ ഈ വട്ടവട യാത്രയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 840 രൂപയാണ്. അപ്പോൾ 840 രൂപയിൽ ബസ് ചാർജ് മാത്രമാണ്. ഒരു 200 രൂപ വട്ടവടയിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് ട്രക്കിംഗ് ഉണ്ട്, ജീപ്പ് പോവുള്ളൂ. പിന്നെ 160 രൂപ ഭക്ഷണമുണ്ട്. ഇപ്പോൾ ഈ എക്കോ പോയിന്റ് ചെന്ന ഹോട്ടലൊന്നും അത്ര നല്ല ഹോട്ടലല്ല. അപ്പോൾ അതുകൂടി കണക്കാക്കി കുറച്ച് എക്സ്പെൻസ് വരുന്നുണ്ട്, അത് വഴിയേ പറയാം. അപ്പോൾ ഞങ്ങൾ പുറപ്പെട്ട് കോതമംഗലം കഴിഞ്ഞപ്പോൾ ഈ ഒരു നല്ല വിശാലമായ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ വണ്ടി നിർത്തി. അപ്പോൾ ഇതിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം. ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾക്ക് അത് ചെയ്യാം. ഓരോരുത്തർ ഇപ്പം നെയ് റോസ്റ്റോ മസാല ദോശയോ എന്ത് ഐറ്റം വേണമെങ്കിൽ വാങ്ങാം, കഴിക്കാം. അവിടുത്തെ യാത്ര തുടങ്ങി അടുത്ത ഞങ്ങൾ വരുന്ന ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേര്യമംഗലമാണ്. അപ്പോൾ ബ്രിഡ്ജ് ടു ഹൈ റേഞ്ച് അല്ലെങ്കിൽ നേര്യമംഗലം പാലം. അപ്പോൾ ഇതിന് സമാന്തരമായിട്ട് പുതിയൊരു പാലം പണിയുന്നുണ്ട്, അടുത്ത വർഷം കംപ്ലീറ്റ് ആവുമായിരിക്കും. എന്നാൽ ഈ ആർച്ച് ബ്രിഡ്ജ് ഇവിടെ യാത്ര എപ്പോഴും ഒരു സന്തോഷം, ഒരു അനുഭൂതിയാണ്. അങ്ങനെ നേര്യമംഗലം പാലം കയറുന്നത് ഞങ്ങൾ ഇടുക്കി റേഞ്ചിലോട്ട് നമ്മൾ കയറുകയാണ്. അപ്പോൾ ഇതിൽ സൗണ്ട് നമ്മൾ കട്ട് ചെയ്താരെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ അവർ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന DJ ബോക്സ് എടുത്തിട്ടുണ്ട്, മൈക്കുണ്ട്, പാടുന്നവർക്ക് പാടാം. അപ്പോൾ ഈ പാടുന്ന പാട്ടുകൾ പലതും നമുക്ക് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നവും. ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റിൽ ഒരു നിർത്തിയാണ്. പള്ളിവാസൽ എസ്റ്റേറ്റ് പെടുന്ന സ്ഥലങ്ങളാണിത്. ഇതാണ് ഞങ്ങളുടെ സാരഥി, ഞങ്ങളുടെ ഉല്ലാസയാത്ര വണ്ടി, നോർത്ത് പറവൂരത്തെ വണ്ടി. വേറെയും 1-2 ഡിപ്പോയിലെ വണ്ടികളുണ്ടായിരുന്നു ഈ യാത്രയിൽ. ഈ ഒരു പോയിന്റിൽ നമ്മൾ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത ശേഷം പിന്നെ അവർ നിർത്തുന്നതാണ് റിപ്പിൾ ടീയുടെ എസ്റ്റേറ്റിൽ. ഒരു ഫാം വിസിറ്റ് ഉണ്ട്. അവിടെ നമ്മൾക്ക് ചായപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇതെടുക്കാം, സ്റ്റിൽ പിക്ചേഴ്സ് എടുക്കാം. ഈ തേയില ഉണ്ടാക്കുന്ന സ്ഥലത്ത് പുറത്ത് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. ചെറിയൊരു ഗാർഡൻ ഉണ്ട്, തേയിലകൾ വാങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങി മൂന്നാർ വരുമെങ്കിൽ മൂന്നാർ നമ്മൾ കയറുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ മാട്ടുപ്പെട്ടിയിലോട്ട് സഞ്ചരിക്കുകയാണ്. അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് മാട്ടുപ്പെട്ടി ഡാമാണ്. അപ്പോൾ അവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യം ഉണ്ടാകുന്ന വെച്ചാൽ 1/2 മണിക്കൂറാണ് നമുക്ക് തന്നേക്കുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ബോട്ടിങ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ചെന്നപ്പോൾ സമയത്ത് തിരക്ക് കുറവായിരുന്നു, അതിരാവിലെ ആയിരുന്നു. അപ്പോൾ അത് കാരണം ബോട്ടിങ് ചെയ്ത ആൾക്കാരുണ്ട്. അല്ലാത്ത ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാം, ഡാം കാണാം, ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇതിലൊരു പ്രത്യേകത, നമ്മൾ KSRTC ബസ്സിൽ പോകുന്നതുകൊണ്ട് വലിയ ജനലൊക്കെ ആയതുകൊണ്ട് നമുക്ക് വണ്ടിയിലിരുന്ന് തന്നെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. 1/2 മണിക്കൂറാണ് അവർ ഓരോ സ്ഥലത്തും തരുന്നത്. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് വണ്ടി ഇന്ന അടുത്ത് ഉണ്ടാവും. വളരെ നല്ലൊരു കോർഡിനേഷൻ ആയിരുന്നു. എല്ലായിടത്തും KSRTC ബസ്സിൽ വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രത്യേകത ഉണ്ട്. കാരണം ഗവൺമെൻറ് ഓഫീഷ്യൽസ്, ഡാമിലെ ആൾക്കാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും വാട്ടർ അതോറിറ്റിക്കാരാണെങ്കിലും അവരൊരു ഗവൺമെൻറ് സർവൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു പ്രത്യേകത നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ഡിപ്പോയിൽ നിന്നും KSRTC യാത്രകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് KSRTCക്ക് ഒരു വരുമാന മാർഗ്ഗമാണ്. കാരണം ഒരു കണക്കൂട്ടലനുസരിച്ച് ഒരു 15,000 രൂപയ്ക്ക് അടുത്ത് അവർക്ക് നീക്കിയിരിപ്പ് വരുന്നുണ്ട്. ഈ യാത്ര തന്നെ 5:30 മണിക്ക് തുടങ്ങിയിട്ട് അവസാനിച്ച് രാത്രി 12:30 മണിക്കാണ്. അപ്പോൾ നമ്മൾ ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ എക്കോ പോയിൻറ്റ് മുമ്പായിട്ട് അവർ ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല ജീവിതത്തിലെ പല സ്ഥലത്തു നിന്ന് പല രീതിയിൽ വന്ന ആൾക്കാരാണ്, പല ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ട്, സാമ്പത്തിക വ്യത്യാസമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും ഒരുമിച്ചൊരു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള യാത്രയാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക,
അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫിൽ ഈ ഫ്രണ്ട്സിനെ ചില ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യും, ചില ആൾക്കാർ പിന്നെ കാണൂല. പക്ഷേ എന്താണെങ്കിലും ഏതൊരു വീട്ടിലെ ഒരു വ്യക്തിക്കാണെങ്കിലും, ഇപ്പോൾ പ്രായ വ്യക്തികൾക്കാണെങ്കിലും മക്കളുടെ സഹായം ഇല്ലാണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരായിട്ട് വളരെ ഉത്തരവാദിത്തോടെ ടൂർ കൊണ്ടുപോകുന്നൊരു ഒരു സംഘം ആൾക്കാരുണ്ട്. അതിൽ KSRTC നമ്മൾ വളരെ താങ്ക്ഫുള്ളായിട്ട് തന്നെ പറയണം. കാരണം അവരുടെ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മളിനിപ്പോൾ പോകുന്നത് നേരെ ടോപ്പ് സ്റ്റേഷനിലോട്ടാണ്. അപ്പോൾ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 34.5 കിലോമീറ്റർ ഉണ്ട് ടോപ്പ് സ്റ്റേഷൻ. അപ്പോൾ ആ ടോപ്പ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ അടുത്തോട്ട് 10.5 കിലോമീറ്റർ പോയി കഴിയുമ്പോഴാണ് വട്ടവട വന്നത്. അപ്പോൾ വട്ടവട എന്ന് പറയുന്നത് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ വെളുത്തുള്ളി ഉണ്ടാകുന്ന ഗ്രാമങ്ങളിലൊന്ന്, സ്ട്രോബെറി ഉണ്ടാകുന്ന ഗ്രാമം ആണിത്. അതേപോലെ തന്നെ മൂന്നാറിലാണ് നമുക്ക് കേരളത്തിലെ ആകെ ആപ്പിൾ ഉണ്ടാകുന്ന സ്ഥലമുള്ളത്. അപ്പോൾ വട്ടവടക്ക് വേറെ പ്രത്യേകതകളുണ്ട്. കേരള തമിഴ്നാട് ബോർഡറിലാണ്, കേരളത്തിലെ അവസാനത്തെ വില്ലേജാണ് ആ ഒരു ഏരിയയിൽ. ഇതിനപ്പുറത്തോട്ട് കുറച്ച് ദൂരം പോയ ചെക്ക് പോസ്റ്റ്, ആദ്യം കേരള ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റിൻ്റെ, അത് കഴിഞ്ഞ് തമിഴ്നാട് കേരള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വെച്ച് നമ്മുടെ യാത്ര അവസാനിക്കും. പിന്നെ ആ പരിസരവാസികൾക്ക് മാത്രമേ അതിന് കടന്നു പോകാൻ പറ്റുള്ളൂ. ഇതിനിടയിൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്, എക്സ്പെൻസീവ് ആയതുകൊണ്ട്. ഇപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെ ചാൻഡീസ് ഒരു റിസോർട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആരോ പറയുന്നത് കേട്ടു, അവിടെ റൂമുകൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വിലയുള്ള റൂമുകളുണ്ടെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ചൂടിൽ നിന്ന് വരുമ്പോൾ ആ മൂന്നാർ എത്തുമ്പോൾ തന്നെ പ്രത്യേകം പറയേണ്ട, കാലാവസ്ഥ മാറി, ഭയങ്കര ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഈ 44 കിലോമീറ്റർ സഞ്ചരിച്ച് വട്ടവട ടൗണിലെത്തി. ഇതാണ് വട്ടവട ടൗൺ. അവരുടെ കണക്കനുസരിച്ച് ഏകദേശം 50,000-ത്തിനടുത്ത് ആൾക്കാരവിടെ താമസിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുത്തെ തേയില കൃഷിക്ക് മറ്റുള്ള പണിക്കുമായിട്ട് സായിപ്പ് കൊണ്ടുവന്നതാണ്. ഇപ്പം അവരെല്ലാവരും മലയാളികളാണെങ്കിലും അവരെ പൂർവീകർ അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഇവിടുത്തെ ഒരു വേറെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കിവിടുത്തെ കാലാവസ്ഥ മൂന്നാറിലും തണുപ്പാണ്. ഇവിടെ ഡിസംബറിൽ -3 വരെ പോകാറുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഓഫ് റോഡ് തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് കാണാനുള്ളത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഒരു വെള്ളച്ചാട്ടമുണ്ട്, സ്ട്രോബെറി ഉണ്ടാക്കുന്ന ഫാമുകളുണ്ട്, പിന്നെ ഈ കാടിൻ്റെ ഇടയിൽ കൂടിയുള്ള യാത്രകളും. ഇവിടെയും രാത്രി ആന, പുലിയൊക്കെ വരാറുണ്ട്. ഇവരെല്ലാവരും കൂടുതൽ ജീപ്പിനെയാണ്, ഈ വഴി കാണുമ്പോൾ തന്നെ അറിയാം, ജീപ്പിനെയാണ് ഇവർ ആശ്രയിക്കുന്നത്. ചില സ്ഥലത്ത് മുഖാമുഖം ജീപ്പ് വരും, പക്ഷെ അവർ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരായതുകൊണ്ട് തന്നെ അവരത് ഒരു ജീപ്പ് പുറകോട്ട് എടുത്തിട്ട് മറ്റേ ജീപ്പിന് വഴി കൊടുത്താണ് പോകുന്നത്. നല്ല പൊടിയുണ്ട്. അപ്പോൾ യാത്ര പോകുന്ന ആൾക്കാർ ഏതായാലും മാസ്ക് കയ്യിൽ കരുതണം. ഭക്ഷണം, ചായ, ഓംലെറ്റ്, അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ്, പ്രത്യേകിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് അതെല്ലാം കിട്ടുന്ന കടകളുണ്ട്. പിന്നെ ഇവിടെ ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇത് ഈ അടുത്ത് ഉണ്ടാക്കിയതാണ്. ശരിക്കും മുകളിൽ കൂടി റോഡ് പോകുന്നത്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണുന്ന നമ്മൾ കയറി വന്ന വട്ടവട ഗ്രാമം നന്നായിട്ട് കാണാൻ പറ്റും. ഈ മലനിരകൾക്ക് ഇടത്തെ സൈഡിൽ പഴനിയും, നേരെ കാണുന്നത് അതിന് മലയുടെ പുറയിൽ കൊടൈക്കനാലും, വലത്തെ വശത്ത് ദൂരെ കമ്പം തേനി വരും. ഒരു സ്ട്രോബെറി ഫാമിൻ്റെ നമുക്ക് വിസിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫാമിൽ കയറി. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈബ്രിഡ് ചെടികളാണ് ഉപയോഗിക്കുന്നത്. സ്ട്രോബെറിനെ പറ്റി കൂടുതൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു ചെടി നട്ട് 2 മാസത്തിനുള്ളിൽ കായ്ക്കുന്നു. അങ്ങനെ ഒരു 5 മാസം വരെ ചെടി നിൽക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ വട്ടവട ടൗണിലോട്ട് വിട പറയാണ്. നിങ്ങളും നിങ്ങളുടെ നാട്ടിലെ ഡിപ്പോട്ട് ബന്ധപ്പെടുക, യാത്രകൾ പോവുക. താങ്ക് യു, ബൈ.